പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബാംഗ്ലൂരിലേക്ക് പോയിരിക്കുകയാണ് മാനസ. ഇതോടെ പകുതി ശല്യം ഒഴിവായി എന്ന് കരുതുകയാണ് കൃഷ്. ഇനി എന്തായാലും ആരും ഒന്നും ചോദിച്ച് തന്നെ ശല്യം ചെയ്യില്ലല്ലോ. എന്നേക്കുമായി അവളുടെ ശല്യം ഒഴിഞ്ഞു പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ വളരെയധികം ഹാപ്പിയായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് കൃഷ്. പക്ഷേ ഇതേ സമയം പുതിയ നീക്കങ്ങളുടെ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് സുമിത്ര. സുമിത്ര തൻ്റെ കൂട്ടുകാരിയോട് പറയുകയാണ്, എന്തായാലും നമ്മൾ വന്ന കാര്യം അവർ അറിഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു നിമിഷത്തേക്കെങ്കിലും അവർ നടുങ്ങാതിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത പദ്ധതി എത്രയും പെട്ടെന്ന് തന്നെ പ്ലാൻ ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് വേണ്ടത്. എന്നാൽ മാത്രമാണ് വിചാരിച്ചതുപോലെ ഇനി കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. എത്രയും പെട്ടെന്ന് തന്നെ പുതിയ നീക്കങ്ങൾ തുടങ്ങേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഒരിക്കലും ഇനി വൈകിച്ചുകൂടാ. അത് ശരിയാണ് മാഡം. നമ്മൾ അടുത്ത തിരിച്ചടി കൊടുക്കണം. എന്നാൽ മാത്രമാണ് അവർക്ക് നമ്മളെ ഇനി പേടി കാണുകയുള്ളൂ. നമ്മൾ എത്ര വലിയവരാണ് എന്നുള്ള കാര്യം അലിക ഡിസൈൻസ് മനസ്സിലാക്കിയേ പറ്റൂ. അടുത്ത പ്രൊജക്റ്റ് അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കണം. ഡൽഹി പ്രൊജക്റ്റ് പോയി എന്നുള്ള കാര്യം മനസ്സിലാക്കിയപ്പോൾ തന്നെ അവർ ഒന്ന് നടുങ്ങി കാണും അല്ലേ? അതെ, അതിനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ്. പക്ഷേ ഇവിടം കൊണ്ടൊന്നും നമ്മൾ കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നില്ല. നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നുള്ള കാര്യം അറിയിക്കുകയാണ് വേണ്ടത്. അതിനായി ഇനി പുതിയ നീക്കങ്ങൾ, അതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ ഒരിക്കലും താന്നു കൊടുക്കാൻ തയ്യാറാകരുത്. ഇത് കേട്ടതിനെ തുടർന്ന്, ശരിയാണ്, എന്തായാലും ഞാൻ ബലരാമനെ ഒന്നുകൂടി ഫോൺ ചെയ്യുന്നുണ്ട്. അവൻ എന്നാണ് വരുന്നത് എന്നുള്ള കാര്യം ഉറപ്പിക്കാനാണ്. അവൻ വരുന്ന കാര്യം അറിയുകയാണ് എങ്കിൽ പിന്നെ യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല. കാര്യങ്ങളെല്ലാം പിന്നെ വിചാരിച്ചതുപോലെ നടക്കും. അത് ശരിയാണ് എന്ന് അറിയിച്ചുകൊണ്ട് അവിടെ നിന്ന് അവർ പോകുന്നു. എന്നാൽ ഇതേ സമയം പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാവുകയാണ്. വരുൺ ഇതേ തുടർന്ന് കൺമണിയെ കാണുന്നതിനായി എത്തുകയാണ്. കാര്യങ്ങൾ എന്തായി കൺമണി? നമ്മുടെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ ഇനിയെങ്കിലും ഒരു തീരുമാനം എടുക്കേണ്ടതില്ലേ എന്ന് ചോദിച്ചതിനെ തുടർന്ന്, അതിനുള്ള സമയം ആയിട്ടില്ല വരുൺ. ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. അതിനിടയ്ക്ക് വീട്ടുകാരോട് ഇനിയിപ്പോൾ കല്യാണം, അതുകൊണ്ട് തന്നെ പറയാനും സാധിക്കുകയില്ല. വരുണിന് കാര്യങ്ങൾ മനസ്സിലാകും എന്ന് തോന്നുന്നു എനിക്ക് എന്ന് അറിയിച്ചിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് വരുണിന് നിരാശ വീണ്ടും വന്നിരിക്കുകയാണ്. മാത്രവുമല്ല, ഇതേ തുടർന്ന് കൺമണി നമുക്കൊന്ന് പുറത്തു പോയാലോ എന്ന് ചോദിക്കുകയാണ് വീണ്ടും വരുൺ. പക്ഷേ തനിക്കിപ്പോൾ അതിന് സമയമില്ല എന്ന് വ്യക്തമാക്കുകയും കമ്പനിയിലെ കുറച്ച് വർക്ക് പെൻഡിങ്ങിലാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്ന കൺമണി, അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഇവിടെ നിൽക്കാൻ തന്നെ സമയമില്ല എന്ന് അറിയിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. കാര്യങ്ങൾ ഇങ്ങനെ വിട്ടാൽ ശരിയാവുകയില്ല. നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ മുന്നിലേക്ക് പോകണം. എന്നാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഇതേ സമയം കൃഷ് ആകട്ടെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ വന്നു നിൽക്കുകയാണ്. വിചാരിച്ചതുപോലെ മാനസയുടെ ശല്യം തൽക്കാലത്തേക്ക് ഒതുങ്ങിക്കഴിഞ്ഞു. ഈ ഒരു അവസരം ഉപയോഗിച്ച് വേണം ഇനി തനിക്ക് പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ. സാഗറിനെ ഉപദ്രവിക്കുന്ന ബലരാമൻ ആരാണ് എന്ന് കണ്ടെത്തുകയാണ് അതിന് ആദ്യമായി ചെയ്യേണ്ടത്. മാത്രവുമല്ല, സാഗറിന്റെ സഹായിക്കുന്നതിനായി ആ ഡിസൈനറിനെയും കണ്ടെത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അയാൾ ആരാണ് എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ യാതൊരു വിധത്തിലും ഞങ്ങൾക്ക് പേടിക്കേണ്ടതായി വരികയില്ല. അയാളുടെ ചതി പുറത്തേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യണം. എന്നാൽ മാത്രമാണ്
കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് പോവുകയുള്ളൂ. ഇല്ലെങ്കിൽ തിരിച്ചടികൾ മാത്രമായിരിക്കും ലഭ്യമാവുക. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കണം. ഇതിൻ്റെ ഭാഗമായി ഇതേ തുടർന്ന് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന ക്രിഷ് തൻ്റെ രഹസ്യമായ അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതേ സമയം അന്വേഷണം പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തുകയാണ്. മനോജ് ആ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് എന്ന് ക്രിഷ് തിരിച്ചറിയാൻ ഇടയാകുന്നത് ക്രിഷിനെ ഞെട്ടിച്ചു കളയുന്നു. ഇതോടെ ക്രിഷിന്റെ മനസ്സിലേക്ക് പുതിയ സംശയം വന്നു കയറുകയാണ്. കൺമണിയെങ്ങാനും അലിക ഡിസൈൻസിലെ ഡിസൈൻ മറിച്ച് കൊടുത്തിട്ടുണ്ടാകുമോ? അവൾക്ക് ഒരുപക്ഷെ ഈ ഡിസൈൻ അറിയാമെങ്കിൽ ഇതിനേക്കാൾ നല്ലൊരു ഡിസൈൻ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയില്ലേ? പക്ഷേ അവൾ അങ്ങനെ ചെയ്യുമോ? ഈ ചോദ്യങ്ങൾ മനസ്സിലേക്ക് വന്നതിനെ തുടർന്ന് ഇതേപ്പറ്റി കൂടുതൽ അന്വേഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് ക്രിഷ്. ഒടുവിൽ കൺമണിയെ ചെന്ന് കാണുകയും ചെയ്യുന്നു. ക്രിഷിന്റെ അപ്രതീക്ഷിതമായ വരവ് കൺമണിയെ ഞെട്ടിച്ചതിനെ തുടർന്ന്, എന്താണ് ക്രിഷ് സാർ അപ്രതീക്ഷിതമായി ഇങ്ങനെയൊരു വരവ്? ഇത് കേട്ടതിനെ തുടർന്ന്, അല്ല, ഞാൻ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു, അതേപ്പറ്റി ചോദിക്കാൻ ഇങ്ങോട്ട് വന്നതാണ്, അല്ലാതെ ഒന്നുമല്ല. ഓഹോ, ക്രിഷ് സാർ എന്താണ് അറിഞ്ഞത്? അറിയട്ടെ എന്ന് പറഞ്ഞതിനെ തുടർന്ന്, ഓക്കെ, മനോജ് ഇപ്പോൾ പുതിയൊരു ജോലി ഏറ്റെടുത്തു അല്ലേ? ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഒന്ന് ഞെട്ടിപ്പോവുകയാണ് കൺമണി. ഇതേ തുടർന്ന്, അതെ, പുതിയൊരു കമ്പനിയിൽ ജോലി കിട്ടിയിരിക്കുകയാണ് മനോജ് ചേട്ടന്. ആ കമ്പനി ഏതാണ്? ഇതോടെ അവൾ ഈ കാര്യങ്ങൾ പറയാനൊന്നും മടിക്കുകയാണ്. PR ഗ്രൂപ്പ് അല്ലേ? ഞാൻ കാര്യങ്ങളെല്ലാം അറിഞ്ഞു. ഇത് കേട്ടതിനെ തുടർന്ന് കൺമണി ഇനി എന്തു പറയും എന്ന ചോദ്യത്തിനു മുന്നിൽ പകച്ച് നിന്നതിനെ തുടർന്ന് കൺമണി, ആ ഡിസൈൻ ചെയ്തു കൊടുത്തത് നീയല്ലേ? എനിക്കുറപ്പാണ് ആ ഡിസൈൻ നിനക്ക് മാത്രമേ ഡിസൈൻ ചെയ്യാൻ സാധിക്കൂവെന്ന്. ഈ ചോദ്യം കേട്ടതിനെ തുടർന്ന് തൻ്റെ കള്ളത്തരമെല്ലാം പൊളിഞ്ഞു എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് കൺമണി പൊട്ടിക്കരയാറുമാകുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.